ജനുവരി 1-ന് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പ്രക്ഷോഭകരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. 7ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. 2025 ഡിസംബർ 28-നാണ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. $ഡോളറിനെതിരെ ഇറാനിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതോടെ ടെഹ്റാനിലെ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു. $1 1.45 മില്യൺ റിയാൽ വരെ എന്ന നിലയിൽ ഇറാനിയൻ റിയാൽ ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഒരു വർഷം മുമ്പ് ഇത് 8,20,000 റിയാൽ മാത്രമായിരുന്നു. ഈ കറൻസി മൂല്യത്തകർച്ച കാരണം ഭക്ഷ്യവിലയും അവശ്യ സാധനങ്ങളുടെ വിലയും കുത്തനെ ഉയർന്നു. 2025 പണപ്പെരുപ്പം 42 മുതൽ 48% വരെ എത്തിയിരുന്നു. ഭക്ഷ്യവില 72% വർദ്ധിച്ചത്. 2025 ഇസ്രയേലുമായുള്ള 12 ദിന യുദ്ധവും UN സുരക്ഷാ കൗൺസിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മോശമാക്കിയിരുന്നു. ജലക്ഷാമം, വൈദ്യുതി പ്രതിസന്ധി, മരുന്നുകളുടെ ലഭ്യതക്കുറവ് എന്നിവ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ദുസ്സഹമാക്കി. തുടർന്ന് ടെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയുമായിരുന്നു. സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധമെങ്കിലും പിന്നീട് അത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലേക്ക് മാറി. ഏകാധിപതിക്ക് മരണം, ഗസക്കോ ലെബനനോ വേണ്ടിയല്ല, ഇറാന് വേണ്ടിയാണ് എൻ്റെ ജീവൻ, മുല്ലന്മാർ ഇറാൻ വിട്ടുപോകണം എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ മുഴങ്ങി. സുരക്ഷാ സേന പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തണുത്ത കാലാവസ്ഥ കാരണം ഊർജ്ജം ലാഭിക്കാനെന്ന പേരിൽ സർക്കാർ ബുധനാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനുള്ള തന്ത്രമായാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. 21 പ്രവിശ്യകളിൽ ഓഫീസുകളും സർവകലാശാലകളും അടച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് സംബന്ധിച്ച പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവരെ കേൾക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്.